ഗായ്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നീമിന്റെ പൗഡർ എടുത്തിട്ടുണ്ട്, കടലമാവ് എടുത്തിട്ടുണ്ട്, മഞ്ചിഷ്ട എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ രക്തചന്ദനം എടുത്തിട്ടുണ്ട്. ഇത് നാലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നാലും നമുക്ക് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മിക്സ് ചെയ്യാം. റോസ് വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ നോർമൽ വാട്ടർ. ഞാൻ ഇവിടെ നോർമൽ വാട്ടറാണ് എടുക്കുന്നത്. എൻ്റെ ഓയിലി ആക്നി പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ വെള്ളം. അപ്പം ഗൈസ്, ഞാനത് അപ്ലൈ ചെയ്തു കേട്ടോ. ഒരു 10-15 മിനിറ്റ് വരെ നമുക്കിത് ഫേസിൽ ഇങ്ങനെ തന്നെ വെക്കാം. അതിന് ഉണങ്ങിയ ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇതാണ് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും വെളുത്ത് കൊടുക്കത്തില്ല. നമുക്ക് ഇത് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഗൈസ്. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എൻ്റെ ഇവിടെയൊക്കെ ഇതുണ്ട്, പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല വലുതായിരുന്നു. ഇപ്പം അത് 2 ദിവസം ഞാൻ ഈ പാക്ക് ഇട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എപ്പം അപ്ലൈ ചെയ്താലും നൈറ്റ് ഞാനൊരു ക്രീം തേക്കാറുണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ക്രീമാണ്. ഇത് നമ്മൾ മഞ്ചിഷ്ട പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ക്രീമും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് എനിക്ക് ഈ ക്രീം ഇട്ടിട്ട് നല്ല മാറ്റമുണ്ട്. സ്കിന്ന് ഇപ്പോൾ രാത്രി നമ്മളിത് ഇട്ടിട്ട് കിടക്കുമെന്ന് വെച്ചോ, രാവിലെ നല്ല ഗ്ലോ ആയിരിക്കും, സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.